ഗതാഗത നിയമലംഘനത്തിന് പിഴ അടയ്ക്കണം എന്ന് കാണിച്ച് വ്യാജ സന്ദേശം അയച്ച് തട്ടിപ്പ് നടത്തുന്നുവെന്ന വാർത്ത. കുന്ദമംഗലം സ്വദേശിക്ക് 47,000 രൂപ നഷ്ടപ്പെട്ടുവെന്ന് പരാതി. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ വാട്സാപ്പിൽ ലഭിച്ച സന്ദേശം തുറന്നു നോക്കിയതോടെയാണ് അദ്ദേഹത്തിന്റെ പണം പോയത്. കോഴിക്കോട് കുന്ദമംഗലം സ്വദേശിയായ നിതിന്റെ ഭാര്യയുടെ വാട്സാപ്പ് നമ്പറിലേക്കാണ് സന്ദേശം എത്തിയത്. പരിവാഹൻ സൈറ്റിന്റെ പേരിലായതിനാൽ തുറന്നു നോക്കി. ഗതാഗത നിയമലംഘനത്തിന് പിഴയടക്കണമെന്നായിരുന്നു സന്ദേശം. 8 ദിവസത്തിന് ശേഷം 3 തവണയായി അക്കൗണ്ടിൽ നിന്നും 47,000 രൂപ നഷ്ടപ്പെട്ടെന്ന് നിതിൻ. ജൂൺ 21 ഒരു മെസ്സേജ് വരികയാണ് ചെയ്തത് മൊബൈലിലേക്ക്. പരിവാഹന്റെ പേരിൽ വാട്സാപ്പിലേക്ക് വൈഫിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നാൽ വെഹിക്കിൾ അവളെ പേരിലായതുകൊണ്ട് അതിലേക്ക് ഒരു മെസ്സേജ് വന്നു, നിങ്ങൾക്ക് ഫൈൻ ഉണ്ട്, 6-ാം തീയതി വണ്ടി ഫൈനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. ചലാൻ നമ്പർ അടക്കം കോഴിക്കോട് RTOന്റെ പേരിലാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കി, അത്രേ ഉള്ളൂ. നിതിന്റെ ഭാര്യയുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഉപയോഗിച്ച് ഡൽഹിയിലെയും മധ്യപ്രദേശിലെയും വൈദ്യുതി ബില്ല് അടച്ചതിലൂടെയാണ് പണം നഷ്ടമായിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് 3 ബിൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് 3ഉം ഒരു ഇലക്ട്രിസിറ്റി, വേറെ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ അടച്ചതാണ്. ഒരു 19,000, ഒരു 16,000, ഒരു 11,000 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിൽ പേയ്മെന്റ് അടച്ചാണ്. നിതിൻ സൈബർ സെല്ലിലും പോലീസിലും പരാതി നൽകി. എന്നാൽ പോലീസ് അന്വേഷണം നടത്താൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.